കാരണം എന്താ വെച്ചാൽ ചിലർക്ക് മൈലേജ് നോക്കി പോകുമ്പോൾ ഇ വിയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഫീൽ കിട്ടണം എന്നൊക്കെ പറയും. അപ്പൊ രണ്ടും കൂടി കിട്ടുന്ന ഡീസൽ വേണമെന്നുണ്ടാവും. അതെ, ഡീസൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വേണ്ട. ഇത് ഡീസലിന് വലിയ മെയിൻ്റെനൻസും പേടിക്കേണ്ട. എന്നാല് ഈ സ്ട്രോങ് ഹൈബ്രിഡ് ആണ് ഇത്. ഏതാ മോഡൽ ഇത്? ഇത് 2020 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. ഫുൾ ഓപ്ഷൻ എക്സെഡ് പ്ലസ് അല്ല, എക്സെഡ് ഞങ്ങളെല്ലാം ഉണ്ട്. ക്ലെയിമും കാര്യമൊന്നും ഇല്ല. സിംഗിൾ ഓണർഷിപ്പിൽ ഹൈലൈറ്റ് അതിന്റെ കിലോമീറ്റർ 28,000 ഓടിയിട്ടുള്ളൂ. 19 വളരെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പീരിയോഡിക് സർവീസ് എല്ലാം കറക്റ്റ് സർവീസ്, കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. വണ്ടി വന്നിട്ടുള്ളൂ അല്ലേ? വണ്ടി വന്നിട്ടുള്ളൂ. ഒന്നത്തിലൊന്ന് വൃത്തിയാക്കാനുണ്ട്, പോളിഷ് ചെയ്യാനുണ്ട്. എത്തിയിട്ടുള്ളൂ ജസ്റ്റ് ഈ വീഡിയോയിൽ. അതായത് നമ്മൾ കാണിക്കുന്ന ഇന്റീരിയർ എക്സ്റ്റീരിയർ വണ്ടികളിൽ ഇപ്പൊ നേരത്തെ ഫസ്റ്റ് കാണിച്ച വെർസസിന്റെ ലെഫ്റ്റ് ബമ്പറിന്റെ കോർണറൊക്കെ ചെറിയൊരു വരയൊക്കെ ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുക. എല്ലാം ക്ലിയർ ചെയ്തിട്ടാ തരാം. വണ്ടി നമ്മള് ഡെലിവറി സമയത്തേക്കാണ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാ തരാം. ഓക്കെ, സുഖല്ലേ? അടിപൊളിയായിട്ട് പോകും. എല്ലാം ഇപ്പൊ മാസത്തിൽ 2 വീഡിയോ ഒക്കെ ആയല്ലോ. ഈദായില്ലേ സ്പെഷ്യൽ വീഡിയോ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് ഈദായിട്ട്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ട്, റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഒരു 5-6 വണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം കുറച്ച് ഒരു 5-6 വണ്ടി പുതിയത് വന്നു. ചെയ്തിപ്പോ 2 ആഴ്ചയായോ? 2 ആഴ്ച. ഫസ്റ്റ് വീക്കിൽ നമ്മൾ ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മള് 3rd വീക്കിൽ വീണ്ടും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ക്യാപ്സ് കാസ് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ. അതായത് മാങ്കാവ് മീൻചന്ത ബൈപ്പാസിൽ സെൻട്രലായിട്ട് വരും ഏകദേശം ക്യാപ് ഷോറൂം. ഇവരുടെ തന്നെ ലെക്സ് ഷോറൂം തൊട്ടപ്പുറത്തുണ്ട്. അത് ലക്ഷറി സെഗ്മെന്റ് ആണ്. ഇത് ഒരു മിഡിൽ സെഗ്മെന്റ് വാഹനങ്ങൾ. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് താറ് അല്ലെങ്കിൽ EV, അതേപോലെ തന്നെ പിന്നെ പ്രീമിയം കാറ്റഗറി വണ്ടി, അങ്ങനത്തെ വണ്ടികളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മിഡ് സെഗ്മെന്റ് മിഡ് സൈസ് കോമ്പാക്ട് SUV എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ തന്നെ കൂടുതലായിട്ടുണ്ടാവുക. ഇന്നൊരു ക്രിസ്റ്റ കാണുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ വണ്ടികളെല്ലാം നമ്മുടെ പ്രീമിയത്തേതാണെങ്കിലും വിളിക്കാം. ഏതായാലും ഇവിടെ ഉണ്ടാവും, നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഈ വീഡിയോയിൽ കാണിക്കുന്ന മാത്രമല്ല, അല്ലാണ്ടുള്ള വണ്ടികളും ഉണ്ട്. നമ്മൾ ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നല്ല മോഡൽ കൂടിയ വാറണ്ടി, കമ്പനി വാറണ്ടി തന്നെ വണ്ടികൾ ആണ് ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടാവാറുള്ളത് അല്ലേ? ഓക്കെ, അത് കൂടാതെ അത് ഇല്ലെങ്കിൽ ഇവരുടെ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാം ഇൻസ്പെക്ട് ചെയ്തെടുക്കുന്ന വെഹിക്കിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ കൊടുക്കാം. എന്തായാലും കമ്പനിയെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ ഇവിടുന്ന് ആള് കൂടെ വരും അല്ലേ? ഓക്കെ, പിന്നെ എന്തായാലും പെരുന്നാളിന് സ്റ്റോക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പ്രൈസ് റേറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് എപ്പോഴും ടീം ടെക്കിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ഇടാറ്. ടീം ടെക്കിന്റെ പ്രേക്ഷകർ അങ്ങനത്തെവരാണ്. അവർ കാണുന്ന തന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവാറുണ്ട്. എപ്പോഴും വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് വണ്ടി പെട്ടെന്നായിട്ട് പോവാറുണ്ട്. അപ്പൊ അതാണ് വീണ്ടും അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. 2 കൂടി ഇങ്ങനെ വളവള ചിലക്കാണ്ട് വീഡിയോയിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക്. ഓക്കെ, ആദ്യം തന്നെ നല്ലൊരു അടിപൊളി സെഡാൻ കാർ പരിചയപ്പെടാം. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന ഫോക്സ് വാഗന്റെ വെർച്ചസ് ആണ്. അതായത് ഒരു പവർഫുൾ സേഫ്റ്റി ഒക്കെ വരുന്ന നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഒരു വണ്ടി. ഏതാ മോഡല്? ഇത് 2024 മോഡല്, 25 രജിസ്ട്രേഷനിൽ വരുന്ന 2029 വരെ വാറണ്ടി ഉള്ള വെർച്ചസ് ആണ്. കണ്ടല്ലോ, ഞാൻ തുടക്കത്തിലെ പറഞ്ഞതാണ് കമ്പനി വാറണ്ടി ഉള്ള വണ്ടികളാണ് അധികം. അപ്പൊ ഇത് ഇനി 2-2.5 വർഷം വാറണ്ടി ബാക്കിയുണ്ട് കമ്പനിയിൽ തന്നെ. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹൈലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക്. ഹൈലൈൻ എന്ന് വെച്ചാൽ ടോപ്പ് ലൈനിന്റെ താഴെ 1 ലിറ്റർ ടർബോ എഞ്ചിനിൽ ഇതിന്റെ മേലെ ടോപ്പ് ലൈൻ ഓപ്ഷൻ വരുള്ളൂ. അതിൽ സീറ്റ് വെന്റിലേഷനും വയർലെസ് ചാർജറും സൺറൂഫും ഉണ്ടാവും. ഇതിൽ അത് 3 ഉണ്ടാവില്ല. ബാക്കി പുഷ് ബട്ടൺ അലോയ്സും ബാക്കി വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ എയർ ബാഗ് 6 മാൻഡേറ്ററി ആയി. 24 മാൻഡേറ്ററി ആയിട്ടുണ്ട് എല്ലാ വണ്ടിക്കും. ഏത് ബേസ് മോഡലിലായാലും 6 എയർ ബാഗ് വേണമെന്നുള്ള മാൻഡേറ്ററി ആയിട്ടുണ്ട് 24. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോ 22,000 കിലോമീറ്റർ ഓടിയ 2024 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. 29 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. മൈലേജ് ഏകദേശം 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ എന്ന് വെച്ചാൽ ഒരു 10-14 വരെയൊക്കെ ഏകദേശം മൈലേജ് കിട്ടും ഏകദേശം. ഓക്കെ, അപ്പോ എത്രയാ ഇപ്പൊ ചോദ്യം? ഇതിപ്പോ നമ്മള് 12,90,000 രൂപ. 12,90,000. ഇത് ഇറങ്ങുമ്പോ എനിക്ക് തോന്നുന്നത് ഏകദേശം 17,65-17 റേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 4-4.25 ലക്ഷം മാറ്റം വന്നു. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നോക്കിയോ. വലിയ ഓട്ടോ പോയിക്കില്ല. 22,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഫോക്സ് വാഗൺ തന്നെ ടൈഗോൺ ആണ്. KL
3 പത്തനംതിട്ട പത്തനംതിട്ട. രജിസ്ട്രേഷൻ. അതെ, 35353. ഓഹോ, അടിപൊളി നമ്പറാണ്. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? ഇത് 2024 മോഡല് GT ലൈൻ ആണ്. പെട്രോള് മാനുവൽ ആണ് വാഹനം വരുന്നത്. ഈ GT ലൈൻ എന്ന് വെച്ചാൽ മറ്റേ GT അല്ല, GT പ്ലസ് അല്ല, GT ലൈൻ ആണ്. നമ്മുടെ മിഡിൽ ഓപ്ഷനിൽ GTന്റെ അലോയില് കാര്യങ്ങളൊക്കെ വരുന്നത്. അലവിലും കാര്യങ്ങളൊക്കെ വരും. ഇതിലെ പുഷ്പട്ടം വരുമല്ലോ? പുഷ്പട്ടം ഇല്ല. പുഷ്പട്ടനും സൺറൂഫും പിന്നെ സീറ്റ് വെന്റിലേഷനും അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ബേസിക് ആയിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അലോയ്സും വരുന്നുണ്ട് GT പ്ലസിന്റെ അല്ല? അതെ. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2028 വരെ കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. അടുത്ത കമ്പനി വാറന്റി വാറന്റി എന്ന് വെച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് പണി വന്നു കഴിഞ്ഞാലും മെക്കാനിക്കലിയുള്ള എന്ത് പണിയൊക്കെ ഉണ്ട് അല്ലേ, അത് നമുക്ക് വാറന്റിയിൽ ക്ലെയിം ചെയ്ത്. പിന്നെ ഈ വോക്സ് വാഗൺ നേരത്തെ കാണിച്ചപ്പോഴും പറയണ വെച്ചിരുന്നു, പലർക്കും ഇപ്പോഴും ഒരു പേടിയുണ്ട് വോക്സ് വാഗൺ മെയിൻ്റെനൻസ് ഉണ്ടോ എന്നുള്ളത്. അത് ആക്ച്വലി ഡീസൽ വണ്ടികൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പെട്രോൾ വണ്ടികൾക്ക് വളരെ നോർമലാണ്. പിന്നെ 15,000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്താൽ പേടിക്കാനില്ല അല്ലേ? ഓക്കെ. അപ്പോ ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് 11,90,000 രൂപ. 11,90,000 ഫൈനൽ റേറ്റ്. അതെ. നമ്മളെല്ലാം ഫൈനൽ റേറ്റ് തന്നെ പറഞ്ഞാൽ മതി. അതെല്ലാം അങ്ങനെ തന്നെ ഉള്ളൂ. കാരണം നമ്മുടെ ആഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, 12,000 മുകളിലാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ഇതായിട്ട് മാത്രമാണ് ഇത്ര റേറ്റ്. ഓക്കെ, 11,90,000 നിങ്ങൾക്ക് ഈ ഒരു 24 മോഡൽ GT ലൈൻ ഈ ഒരു ഫോക്സ് വാഗൺ ടൈഗൺ കൊണ്ടുപോകും. 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, ടർബോ, മൈലേജ് ഒരു 12-15 റേഞ്ച് ഒക്കെ ഏകദേശം കിട്ടും. ഓക്കെ. അടുത്തതാ കിയ സെൽറ്റോസ്. ക്യാപ്സിന്റെ കിയ ഇനി വരാണ്ട്. KL5 കോട്ടയം വണ്ടിയാണിത്. ഇപ്പൊ എത്ര സെൽറ്റോസ് സ്റ്റോക്ക് ഉണ്ട്? ഒന്ന് അപ്പുറത്തും കാണുന്നുണ്ട്, ഒന്ന് പുറകിലുണ്ട്. ഇനി വേറെ ഒന്ന് IMT ഡീസൽ IMT ഉണ്ട്, വരാനില്ല, വണ്ടി വരാണ്ട് ഓൺ ദ വേ ആണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇതേതാ മോഡല്? ഇത് 2023 മോഡല് GTX പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. DCT ഗിയർ ബോക്സിൽ വരുന്ന 23 ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഒന്നും എന്താ പറയാ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ വെന്റിലേഷനും സൺറൂഫും. ഇത് 52,000 രൂപയുടെ സിംഗിൾ ഓണർഷിപ്പ്. വാറണ്ടി ഇപ്പൊ കഴിഞ്ഞു? ഇല്ല, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2028 വരെ വാറണ്ടി ഉണ്ട്. വീണ്ടും വാറണ്ടി. അതെ. ഓക്കെ. അപ്പൊ കമ്പനി വാറണ്ടി ആണ് ഇതൊക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ല? ഇല്ല, ആക്സിഡന്റ് ഉണ്ട്. ഒരു ഡോർ മാറിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫോട്ടോസ് കയ്യിലുണ്ട്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പരിക്കിൽ മാറിയതാണ്. ശരി. ഓക്കെ. ആ ഫോട്ടോ എന്തായാലും കാണിച്ചു തരും. അത് കാണിച്ചു തരാം, എടുത്താലും മനസ്സിലാവും. പിന്നെ വണ്ടി വന്നിട്ടുള്ളൂ അല്ലേ? വണ്ടി വന്നിട്ടുള്ളൂ. മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാനുണ്ട്, പോളിഷ് ചെയ്യാനുണ്ട്. എത്തിയിട്ടുള്ളൂ. ജസ്റ്റ് ഈ വീഡിയോയിൽ അതായത് നമ്മൾ കാണിക്കുന്ന ഇന്റീരിയർ എക്സ്റ്റീരിയർ വണ്ടികളിൽ ഇപ്പൊ നേരത്തെ ഫസ്റ്റ് കാണിച്ച വെർസസിന്റെ ലെഫ്റ്റ് ബമ്പറിന്റെ കോർണറൊക്കെ ചെറിയൊരു വരെയൊക്കെ ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുക. എല്ലാം ക്ലിയർ ചെയ്തിട്ടാ തരാം. വണ്ടി നമ്മള് ഡെലിവറി സമയത്തേക്കാണ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാ തരാം. ഓക്കെ. അപ്പോ ഇതും അങ്ങനത്തെ ഒരു വണ്ടി തന്നെയാണ്. ഇപ്പൊ വന്ന് കയറിയിട്ടുള്ളൂ. എത്ര കൊടുക്കാം നമുക്ക്? ഇതിപ്പോ നമ്മള് ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാൽ 15,90,000 രൂപ. 15,90,000 GT ലൈൻ 2023 മോഡൽ 28 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? താല്പര്യം എന്തായാലും വിളിച്ചോ. ഒരു ഡോറ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 24 ലക്ഷം രൂപ വിലയില്ലേ? 24,24,5 വില വരുന്ന വണ്ടിയാണ്. അതാണ് ഇത്രയും മാറ്റം വന്നത്. തീർച്ചയായും താല്പര്യമുണ്ട്. കുറച്ച് അത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. ലോണ് ഒരു 14 വരെ കയറും, മാക്സിമം ലോൺ കയറും. ഓക്കെ. അടുത്തതാ, നിങ്ങൾക്ക് നല്ല മൈലേജ് ഉള്ള ഒരു കോമ്പാക്ട് SUV വേണമെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. കാരണം എന്താ വെച്ചാൽ ചിലർക്ക് മൈലേജ് നോക്കി പോകുമ്പോൾ EV-ലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം പെട്രോൾ വണ്ടി ഓടിക്കുന്ന ഫീൽ കിട്ടണം എന്നൊക്കെ പറയും. അപ്പൊ രണ്ടും കൂടി കിട്ടുന്ന ഡീസൽ വേണമെന്നുണ്ടാവും. അതെ, ഡീസൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വേണ്ട. ഇത് ഡീസലിന് വലിയ മെയിൻ്റെനൻസും പേടിക്കേണ്ട. എന്നാൽ ഈ സ്ട്രോങ് ഹൈബ്രിഡ് ആണിത്. സ്ട്രോങ് ഹൈബ്രിഡ് ടൊയോട്ട ഹൈറൈഡർ KL 82 രജിസ്ട്രേഷൻ. അതായത് മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര അല്ലേ? വിറ്റാരയുടെ സെയിം സാധനം തന്നെയാണ് ടൊയോട്ട ഹൈറൈഡർ. ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഇത് 2024 മോഡല് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഹൈബ്രിഡ്, സ്ട്രോങ് ഹൈബ്രിഡിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഈ പെട്രോൾ ഓട്ടോമാറ്റിക്? 25 തൊട്ട് 27 വരെ മൈലേജ് കിട്ടുന്നുണ്ട്. ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഞാൻ, ബൈപ്പാസിൽ ഓടിച്ചു നോക്കിയിട്ടാണ് പറയണത്. 25 തൊട്ട് 27 വരെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതാണ് സ്ട്രോങ് ഹൈബ്രിഡിന്റെ ഒരു ഗുണം. പിന്നെ മെയിൻ്റെനൻസും പേടിക്കണ്ട. പെട്രോൾ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഓപ്ഷൻസ് ഉണ്ടോ? IS ഉണ്ട്, പുഷ് ബട്ടണ്, വയർലെസ് ചാർജർ, 360 ഡിഗ്രി ക്യാമറ, വെന്റിലേഷൻ, സീറ്റ്, എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇനി മൈലേജ് ഉണ്ടോ? അതും ഉണ്ട്. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ടോ? സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, മൈലേജും ഉണ്ട്. അതോടൊപ്പം തന്നെ മെയിൻ്റെനൻസ് കുറവാണ്. ഓക്കെ. ഇപ്പൊ 24 മോഡൽ ആയതുകൊണ്ട് വാറണ്ടി ഉണ്ട്. 27 വരെ വാറണ്ടി എല്ലാം ഉണ്ട്. അതെ. ആകെ എന്താ ഇല്ലാത്തതിലിപ്പോ? ഇല്ലാത്തതൊന്നും എല്ലാം ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഇനി ഒരു കസ്റ്റമർ വരാണ്ട്. അതുകൊണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ എത്ര ചോദിക്കുന്നത്?
ഇത് നമ്മൾ ചോദിക്കുന്ന 20,90,000 രൂപ. 24 മോഡൽ ഫുൾ ഓപ്ഷൻ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക് കേട്ടോ. അതെ, പുതിയത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന 4,45-5 രൂപയുടെ അടുത്ത് മാറ്റം വന്നിട്ടുണ്ട്. 25-80 പുതിയ കിലോമീറ്റർ നമ്മള് 14,000 കിലോമീറ്റർ, 15,000 കിലോമീറ്റർ. അപ്പോൾ വലിയ ഓട്ടം പോയിട്ടില്ല. ആയിട്ടും വലിയ ഓട്ടം പോയിട്ടില്ല. അപ്പോൾ താല്പര്യം എന്തായാലും നോക്കിക്കോ, മാക്സിമം ലോണും കയറും. ഇനി ഇതാ സ്കോഡ കുഷാക്കിന്റെ നേരെയാണ് വരാൻ പോകുന്നത്. ആദ്യത്തെ കുഷാക്കാണ് KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? ഇത് 2022 മോഡല്. 2026 9 മാസം വരെ വാറന്റിയിലാണ്. നമുക്ക് പിന്നെ 5 മാസം 4 മാസം കൂടി വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ മാനുവൽ ഫുൾ ഓപ്ഷൻ സ്റ്റൈലാണ് വാഹനം വരുന്നത്. സ്റ്റൈൽ 1 ലിറ്റർ ടർബോ എഞ്ചിൻ തന്നെ, സെയിം സ്റ്റൈല് ഫുൾ ഓപ്ഷൻ, സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളും ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. സീറ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. അപ്പൊ 22 മോഡൽ അല്ലേ, അണ്ടർ വാറന്റി നിൽക്കുന്ന വാഹനം. ഇനിയിപ്പോ ഈ മാസം 9 മാസത്തെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എത്ര ഇപ്പോ ഇതിപ്പോ 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 10,35,000 രൂപക്ക് കൊടുക്കാൻ പറ്റും നമുക്ക്. 10,35 ഈ ഒരു കുഷാക്ക് 1 ലിറ്റർ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ല പറഞ്ഞ മാനുവൽ വാഹനം കൊണ്ടുപോകാം. നമ്മളെ ഇൻസ്റ്റ ചെയ്തിട്ടില്ലായിരുന്നു നമ്മളെ ടീം ടെക്കിന്റെ അതിൽ റേറ്റ് ഒന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയിട്ടുണ്ട്. എപ്പൊ കഴിഞ്ഞ വീഡിയോയിലാ? കഴിഞ്ഞ വീഡിയോയില് അല്ല, അറിയാണ്ട് 14,000 പറഞ്ഞു. പെട്ടെന്ന് ഇതില് പറഞ്ഞപ്പോഴേ 10,35,000 നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവന്റെ തലക്കെട്ടത്ത് കൊടുക്കേണ്ട സമയം ഇത് മറന്നു പോന്നാ വിട്ടുപോന്നാ. ഓക്കെ, അപ്പൊ 10,35 നിങ്ങൾക്ക് കൊണ്ടുപോയി ഈ ഒരു കുഷാക്ക് കേട്ടോ. അടുത്ത വണ്ടിയിലേക്ക് അടുത്ത കുഷാക്കാണ് KL7 എറണാകുളം വണ്ടി. ഏതാ മോഡല്? ഇത് 2023 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് എംബിഷൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഇതിപ്പോ വാറന്റി എന്താ അവസ്ഥ? ഇത് 2028 വരെ വാറന്റി ഉണ്ട്. 28 വരെ. എംബിഷൻ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ഓട്ടോമാറ്റിക് എംബിഷൻ 1 ലിറ്റർ തന്നെ. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 11,90 റേറ്റ്. 11,90 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ മാക്സിമം ലോൺ കയറും. എല്ലാം ഇപ്പൊ കണ്ട എല്ലാം വാറന്റി ഇല്ല അല്ലെ? കമ്പനി എല്ലാം വാറന്റി എപ്പം ചെയ്തെല്ലാം കമ്പനി വാറന്റി ഇല്ലാത്ത 1-2 വണ്ടിയുണ്ട്. അതാ ഇവിടുത്തെ പ്രത്യേകത കേട്ടോ, മെയിൻ ആയിട്ട്. ഓക്കെ, കമ്പനി വാറന്റി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത കുഷാക്കാണ്. ഇതും KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡൽ ഇത്? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ, 2027 വരെ കമ്പനി വാറന്റി ഉള്ള വാഹനമാണ്. സ്റ്റൈല് 1.5 DSG ഗിയർ ബോക്സിൽ വരുന്ന ഓട്ടോമാറ്റിക്. ഇത് സാധനം മാറി. TSI DSG ഗിയർ ബോക്സ് ആണ്. നമ്മുടെ പഴയ പോളോ TSI ഒക്കെ ആ സാധനം DSG ഗിയർ ബോക്സ്. ഓക്കെ, ഇത് മാറിയേ, നല്ല വില വ്യത്യാസമുണ്ട് മറ്റേ 1 ലിറ്റർ ഇതുമായിട്ട്. ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പൊ വാറന്റി എത്ര വരെ പറഞ്ഞത്? 27 വരെ കമ്പനി വാറന്റി ഇല്ല. അപ്പൊ എത്ര ഇത് റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 12,90,000 രൂപ. ഇത് ഇറങ്ങുമ്പോ എത്ര ഉണ്ട്? 23, 22,70 അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഓഫർ ഉണ്ട് വണ്ടിക്ക് 2 ലക്ഷം റുപ്യന്റെ അടുത്ത്. 2 ലക്ഷം ഓഫർ ഉണ്ട്. 2,00,000 സംതിങ് ഇപ്പൊ റേറ്റ് ഉള്ളൂ. എന്തായാലും നിങ്ങൾ 12,90 അല്ലേ ഇട്ടത്? ഓക്കെ, അപ്പൊ എന്തായാലും താല്പര്യം നോക്കിക്കോ. പുതിയ വണ്ടി എടുക്കാൻ പോകുന്നതുകൊണ്ട് ഒന്നും കൂടി പരിഗണിച്ചോ കേട്ടോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സെൽട്ടോസ് വന്നു. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. CA അല്ലേ? നിങ്ങളെ CM ഉണ്ടല്ലോ ഇപ്പൊ തമിഴ്നാട് CM ഉണ്ട്. ഓക്കെ, ഇതേതാ മോഡല്? ഇത് 2024 മോഡല് HTX പനോരമിക് സൺറൂഫ് വരുന്ന ന്യൂ ഷേപ്പ് മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2027 വരെ വാറന്റി ഉള്ള വാഹനം. ഓക്കെ, കമ്പനി വാറന്റിയിൽ നിൽക്കുന്ന വണ്ടി. അടുത്ത സെൽട്ടോസ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല? പെട്രോൾ ഓട്ടോമാറ്റിക് HTX ആണ്. ടോപ്പിന്റെ താഴെ വരുന്നത്. ബേസിക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. വെന്റിലേഷൻ സീറ്റ്, വയർലെസ് ചാർജറും ഉണ്ടാവില്ല, 360 ക്യാമറ ഉണ്ടാവില്ല അല്ലേ? അത്രയും കുറവേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും പനോരമിക് സൺറൂഫ് അങ്ങനത്തെ ഓപ്ഷൻസുകൾ. ഓക്കെ, പിന്നെ മൈലേജ് പണ്ടേ പറയാറുള്ളത് പറയാറുള്ളതെന്ന് വെച്ചാൽ 16 വരെയൊക്കെ ലോങ്ങിൽ കിട്ടുന്നതാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കിനാണ് കിട്ടുന്നതാണ്. അനസിന്റെ അവകാശവാദം. കിട്ടുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. കിട്ടുന്നവർ ഇല്ലെങ്കിൽ ഞാൻ എന്റെ കിട്ടുന്നതാ ഞാൻ ആയിക്കോട്ടെ. ഓക്കെ, എത്ര ഇതിന്റെ ചോദ്യം? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്ന 15,90,000. 15,90 24 മോഡലാണ്. HTX പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇതും ഒരു 14 ലോൺ കിട്ടും. 14,500 കിട്ടും സുഖമായിട്ട്. അടുത്തത് ക്രിസ്റ്റ ആണ്. ഇത് ഇവിടെ അങ്ങനെ കാണാത്ത ഐറ്റമാണ്. KL53 രജിസ്ട്രേഷൻ. നല്ലൊരു വൈൻ റെഡ്, അടിപൊളി പോളിഷ് ചെയ്ത് ഫിനിഷ് ആക്കി വെച്ചേക്കുന്ന വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പറും ഉണ്ട്. അതെ, 8866. അതെ, എങ്ങനെയാ? ഇത് 2019 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. G4 സിംഗിൾ ഓണർഷിപ്പിൽ 1,24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 1,24 സിംഗിൾ ഓണർഷിപ്പ് വാഹനം ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള കേട്ടോ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ സർവീസ് കറക്റ്റ് ഉണ്ട്. ആ ഒരു വർഷം സംബന്ധിച്ച്, പ്രത്യേകിച്ച് ക്രിസ്റ്റയെ സംബന്ധിച്ച് വലിയൊരു ഓട്ടോ അല്ല. ഓക്കെ,
അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം ഇത് ഫൈനൽ? ഇതിപ്പോ നമ്മൾ 19,75,000. 19,75-ന് 2019 മോഡൽ G4 ഓട്ടോമാറ്റിക് ക്രിസ്റ്റ 1.24 ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒറിജിനൽ കേരള. ഓക്കെ. ലോണ് ഒരു 18 ലക്ഷം കിട്ടും. കിട്ടും. 17 ഓൾറെഡി ഒരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ പാസ്സായിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ ഫുൾ ഓൺ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത്. അടുത്ത വണ്ടിയിലേക്ക് അങ്ങനെ ജീപ്പ് കോമ്പസ് എത്തി. കോമ്പസ് ഇല്ലാണ്ട് ഒരു സുഖമില്ല അല്ലേ? എല്ലാ വീഡിയോ നമ്മൾ കാണിക്കാറ്. ഇന്ന് ആകെ ഒരു മിസ്സിങ് ഹെക്ടറിനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഹെക്ടർ ഇല്ല. ഹെക്ടർ പിന്നെ ടാറ്റേന്റെ കൂടിയാലും അല്ല ഹാരിയർ അത് വരാണ്ട്. അപ്പൊ ഇത് കേരള 27 രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡല്? ഇത് 2019 മോഡലാണ്. ലിമിറ്റഡ് പ്ലസ് സെറ്റും ഫുൾ ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. ഓട്ടോമാറ്റിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്ലെയിമും കാര്യമൊന്നും ഇല്ല. സിംഗിൾ ഓണർഷിപ്പിൽ ഹൈലൈറ്റ് അതിന്റെ കിലോമീറ്റർ 28,000 ഓടിയിട്ടുള്ളൂ. 19 വളരെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. പീരിയോഡിക് സർവീസ് എല്ലാം കറക്റ്റ് സർവീസ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോ ഇതിന്റെ എത്രയാ ഫൈനൽ? ഇതിപ്പോ നമ്മള് ഫൈനൽ പറഞ്ഞാൽ 12,35,000 കൊടുക്കാം. 12,35-ന് 19 മോഡൽ വെറും 22,000 കിലോമീറ്റർ ഓടിയ ലിമിറ്റഡ് പ്ലസ് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ ജീപ്പ് നല്ലൊരു ക്വാളിറ്റി വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകാം അല്ലേ? ഓക്കെ. ലോൺ എത്ര കയറും? നമുക്കൊരു 85%, 90% ലോൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു 7 സീറ്റർ ആണ്. ഹ്യുണ്ടായി അൽക്കാസർ KL 32 ചേർത്തല രജിസ്ട്രേഷൻ അല്ലേ? ഏതാ മോഡൽ ഇത്? ഇത് 2022 മോഡലാണ്. 12 മാസം വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് പ്ലാറ്റിനം ഓപ്ഷൻ. ഓക്കെ. ടോപ്പിന്റെ താഴെ അല്ലേ? ടോപ്പിന്റെ തൊട്ട് താഴെ. ഓക്കെ. 22 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 15-16 ഒക്കെ കിട്ടും. 18 വരെ മൈലേജ് കിട്ടും. മൈലേജ് ഉണ്ട്. സെക്കൻഡ് ഓണർ ആണ്. 48,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വാറണ്ടി ഇപ്പോ? വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ 1 ഇയർ വാറണ്ടി ഉണ്ട്? ഇല്ല, ഇത് പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. പാർക്കിംഗ് സെയിൽ? ഇനി ഇപ്പം 2-3 വണ്ടി കാണിക്കുന്നത് പാർക്കിംഗ് സെയിൽ. ഇപ്പൊ നമ്മളെ വണ്ടിയെല്ലാം നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അത് ശരി. ഇനി വരുന്ന പാർക്കിംഗ് സെയിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ വണ്ടി എല്ലാം വാറണ്ടി ഉണ്ട്. ആകെ ഇല്ലാത്തപ്പോ കോമ്പസും ക്രിസ്റ്റി മാത്രമാണ് കമ്പനി വാറണ്ടി ഇല്ലാത്തത്. അത് നമ്മൾ വാറണ്ടി കൊടുക്കണം. അപ്പൊ ഇനി ഇതിന് ശേഷം വരുന്ന പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്, വാറണ്ടി ഇല്ല. ഓക്കെ. എത്ര ചോദ്യം? ഇതിപ്പം കസ്റ്റമർ ചോദിക്കുന്നത് 17,25,000 രൂപ. 17,25-ന് 22 പ്ലാറ്റിനം ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 7 സീറ്റർ ആണ്. അപ്പൊ താല്പര്യം എന്തായാലും വിളിച്ച ഒരു 16 ലക്ഷം ഒക്കെ ലോൺ കയറും. അടുത്തതാ വീണ്ടും ഒരു സെൽട്ടോസ് ആണ്. GT ലൈൻ തന്നെ, നമ്മൾ നേരത്തെ കണ്ട സെയിം ഷേപ്പ് വാഹനം. ഓക്കെ. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതാ മോഡൽ ഇത്? ഇത് നേരത്തെ സെയിം ഓപ്ഷൻസും ഡീറ്റെയിൽസും ആണ്. 2023 മോഡല് GT ലൈൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് വാഹനം. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000. അപ്പോ ഇതും വാറണ്ടി ഉണ്ട്. ഇത് 2000 എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്. 2028 വരെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉള്ള വണ്ടി. ഇതും വാറണ്ടി തന്നെയാണ്. ഓക്കെ. അപ്പോൾ അറിയാലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഡിസ്പ്ലേ, പിന്നെ ബോസിന്റെ സ്പീക്കർ, പിന്നെ ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ക്യാമറ, എനിക്ക് തോന്നുന്നു സീറ്റ്. ഇപ്പോഴത്തെ ആ ഒരു സെൽട്ടോസിന്റെ ഒരു സ്ക്വയർ ടൈപ്പ് ഷേപ്പില്ലേ, അതിനേക്കാളൊരു അടിപൊളി ഷേപ്പ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ താല്പര്യം നോക്കിയോ, നമുക്ക് ഇത് എത്ര കൊടുക്കാം? ഇതിപ്പോ കസ്റ്റമർ വണ്ടിയാണ്, ഞാൻ പറഞ്ഞല്ലോ പാർക്കിംഗ് സെയിൽ വെച്ചത്. അവര് ചോദിച്ചിട്ടുള്ളത് 16,75,000 രൂപ. 23 അല്ലേ? 16,75 അവരുടെ ചോദ്യം. എന്തായാലും അവര് ഓൺ ടേബിളിൽ നമുക്ക് എന്തൊക്കെ സംസാരിച്ച് നോക്കാം. ഇവരുടെ കയ്യിൽ കിട്ടുന്ന കാര്യമല്ല, കാര്യമില്ല. തമ്മിൽ അതുകൊണ്ട് ഫൈനൽ റേറ്റ് നമ്മൾ പറയുന്നില്ല, നമുക്ക് പറഞ്ഞുകൂടാ. പാർക്കിംഗ് സെയിൽ വണ്ടിയാണ്. ഓക്കെ. മാക്സിമം ലോൺ കയറുമായിരിക്കും ഒരു 1.5 ഉറുപ്പിന്റെ ബാക്കി ലോൺ. ഓക്കെ. ഇത് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 25-ന്റെ അടുത്ത് വില ഉണ്ട് ഏകദേശം. ഓക്കെ. അടുത്തതാ ടാറ്റ ഹാരിയർ. നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ, ഡ്യുവൽ ടോൺ ആണ്, ബ്ലാക്ക് ആൻഡ് റെഡ്. ഏതാ മോഡൽ ഇത്? ഇത് 2020 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. ഫുൾ ഓപ്ഷൻ XZ പ്ലസ് അല്ല, XZ പനോരമിക് സൺറൂഫ് ഇല്ലാന്ന് മാത്രം, ബാക്കി എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു 15-16 റേഞ്ച് ഒക്കെ മൈലേജ് എന്തായാലും കിട്ടും. 17 വരെ മൈലേജ് എന്തായാലും കിട്ടും. അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. സർവീസ് ഉണ്ട്. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഫുൾ കമ്പനി സർവീസും പോയിട്ടുണ്ട്. ഒരു ടൈമും നല്ല വണ്ടി. അപ്പോ എത്ര കൊടുക്കരുത്? ഇതിപ്പോ പാർട്ടിയുടെ വണ്ടിയാണ്. നമ്മള് പാർക്കിംഗ് സെയിൽ വെച്ചിട്ടാണ് 10,75,000 അവര് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. 10,75. അപ്പൊ അവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, XZ. ഓക്കെ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. തൽക്കാലം നമ്മൾ നിർത്താണ്, മഴ കൂടി വരുന്നുണ്ട്. അപ്പൊ കോൺടാക്ട് നമ്പർ, ക്യാപ്സിന്റെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമന്റ് രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വന്നോളൂ. പെരുന്നാളിന് മുന്നേ ഒരു വണ്ടി സ്വന്തമാക്കി എല്ലാവരും അടിപൊളിയായിട്ട് കറങ്ങി നടക്കുക അല്ലേ? ഓക്കെ. അപ്പൊ അതെ, താങ്ക് യു എല്ലാവർക്കും. ഈദ് മുബാറക്.
താങ്ക് യു ബൈ.